എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ സുരക്ഷാ മുൻകരുതലുകളും പ്രഥമ ശുശ്രൂഷയും എങ്ങനെ പ്രകടിപ്പിക്കാമെന്ന് നമുക്ക് പഠിക്കാം. ലക്ഷ്യങ്ങൾ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കഴിയും. 1. സുരക്ഷാ ചിഹ്നത്തിന്റെ 4 അടിസ്ഥാന വിഭാഗങ്ങളും അർത്ഥവും തിരിച്ചറിയുക. 2. റോഡ് സുരക്ഷാ ചിഹ്നങ്ങളുടെ അർത്ഥം വായിച്ച് രേഖപ്പെടുത്തുക. 3. കൃത്രിമ ശ്വാസോച്ഛ്വാസം ലഭിക്കാൻ ഇരയെ തയ്യാറാക്കുക. 4. നെൽസൺസ് ആം ലിഫ്റ്റ് ബാക്ക് പ്രഷർ രീതി, ഷാഫറിന്റെ രീതി, മൗത്ത് ടു മൗത്ത് രീതി എന്നിവ ഉപയോഗിച്ച് ഇരയെ പുനരുജ്ജീവിപ്പിക്കുക. 5. വായ മുതൽ മൂക്ക് വരെയുള്ള രീതി ഉപയോഗിച്ച് ഇരയെ പുനരുജ്ജീവിപ്പിക്കുക. 6. കാർഡിയാക് അറസ്റ്റിന് CPR, കാർഡിയോ പൾമണറിക്ക് വിധേയനായ ഒരു ഇരയെ പുനരുജ്ജീവിപ്പിക്കുക. ടാസ്ക് 1. സുരക്ഷാ ചിഹ്നങ്ങളുടെ 4 അടിസ്ഥാന വിഭാഗങ്ങളും അർത്ഥവും തിരിച്ചറിയുക. ഘട്ടം 1. ചാർട്ടിൽ നിന്ന് സുരക്ഷാ ചിഹ്നം തിരിച്ചറിയുക. 1. നിർബന്ധിത അടയാളങ്ങൾ. സ്റ്റോപ്പ് സുരക്ഷാ ചിഹ്നം ഒരു നിർദ്ദിഷ്ട പ്രദേശത്തെ വ്യക്തികൾക്ക് വ്യക്തവും നേരിട്ടുള്ളതുമായ നിർദ്ദേശങ്ങൾ ആശയവിനിമയം നടത്താൻ രൂപകൽപ്പന ചെയ്ത ഒരു നിർബന്ധിത സുരക്ഷാ ചിഹ്നമാണ് സ്റ്റോപ്പ് ചിഹ്നത്തിന്റെ പ്രാഥമിക ലക്ഷ്യം. ഏതെങ്കിലും പ്രവർത്തനമോ ചലനമോ സമീപനമോ നിർത്താനോ അവസാനിപ്പിക്കാനോ ആളുകളെ അറിയിക്കുകയും അപകട സാധ്യതകളിലേക്കോ നിയന്ത്രിത മേഖലകളിലേക്കോ ഉടനടി ശ്രദ്ധ ആകർഷിക്കുകയുമാണ്. 2. ഗീവ് വേ സൈൻ. മറ്റു വാഹനങ്ങൾക്ക് വഴങ്ങാനോ വഴി നൽകാനോ ഡ്രൈവർമാർക്ക് നിർദ്ദേശം നൽകുന്ന നിർബന്ധിത ട്രാഫിക് അടയാളമാണ് ഗീവ് വേ. ഗതാഗതത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിനും വാഹനങ്ങൾ തമ്മിലുള്ള സംഘർഷം തടയുന്നതിനും കവലകളിലോ ജംഗ്ഷനുകളിലോ ലയനപാതകളിലോ ഇത് ഉപയോഗിക്കുന്നു. 3. ഓവർടേക്കിംഗ് പ്രോഹിബിറ്റഡ്. ഓവർടേക്കിംഗ് നിരോധിതം അല്ലെങ്കിൽ ഓവർടേക്കിംഗ് പാടില്ല എന്ന അടയാളം നിർബന്ധിത ട്രാഫിക് അടയാളമാണ്. ഇത് നിർദ്ദിഷ്ട പ്രദേശത്ത് മറ്റു വാഹനങ്ങളെ മറികടക്കാനോ കടന്നുപോകാനോ അനുവദിക്കുന്നില്ലെന്ന് ഡ്രൈവർമാർക്ക് സൂചന നൽകുന്നു. 2. മുൻകരുതൽ അടയാളങ്ങൾ. 1. ജാഗ്രത ഗാർഡഡ് എന്ന അടയാളം ഒരു കാവൽക്കാരന്റെയോ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയോ സാന്നിധ്യം കാരണം ഒരു കാവൽ പ്രദേശത്തിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ജാഗ്രത പാലിക്കേണ്ട സ്ഥലത്തിന്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന ഒരു മുന്നറിയിപ്പ് അടയാളമാണ്. 2. ഒരു നിയുക്ത കാൽനട ക്രോസിംഗിനെയോ ക്രോസ് വാക്കിനെയോ സമീപിക്കുന്നുവെന്ന് ഡ്രൈവർമാരെ അറിയിക്കാൻ ഉപയോഗിക്കുന്ന മുന്നറിയിപ്പ് അടയാളമാണ് ജാഗ്രത കാൽനട ക്രോസിംഗ്. ഈ അടയാളം കാൽനട യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. വാഹനമോടിക്കുന്നവരെ ജാഗ്രത പാലിക്കാനും റോഡ് മുറിച്ചു കടക്കുന്ന ആളുകൾക്ക് വഴങ്ങിക്കൊടുക്കാനും തയ്യാറാകണം. 3. നിരോധന അടയാളങ്ങൾ. ഒരു പ്രത്യേക പ്രദേശത്തേക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു അടയാളം. അതിൽ കുറുകെയുള്ള ഒരു ഡയഗണൽ രേഖയുള്ള ഒരു വ്യക്തിയുടെ ചിഹ്നം ഉൾപ്പെട്ടേക്കാം. 2. നിയുക്ത പ്രദേശത്ത് പുകവലി അനുവദനീയമല്ലെന്ന് സൂചിപ്പിക്കുന്ന ഒരു അടയാളം. ഒരു ഡയഗണൽ ലൈനുള്ള ഒരു സിഗരറ്റിന്റെ ചിഹ്നം ഇതിൽ ഉൾപ്പെടാം. 4. വിവരചിഹ്നങ്ങൾ. 1. ഒരു പ്രഥമ ശുശ്രൂഷ സ്റ്റേഷന്റെ സ്ഥാനം സൂചിപ്പിക്കുന്ന ഒരു അടയാളം. അതിൽ ഒരു വെളുത്ത കുരിശു ചിഹ്നമോ പ്രഥമ ശുശ്രൂഷ എന്ന വാചകമോ ഉൾപ്പെട്ടേക്കാം. 2. അഗ്നിശമന ഉപകരണത്തിന്റെ സ്ഥാനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന ഒരു അടയാളം. ഒരു അഗ്നിശമന ഉപകരണത്തിന്റെ ചിഹ്നം ഇതിൽ ഉൾപ്പെടാം. ടാസ്ക് 2. റോഡ് സുരക്ഷാ ചിഹ്നങ്ങളുടെ അർത്ഥം വായിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുക. 1. പിന്നിൽ നിന്ന് വരുന്ന വാഹനം തടയാൻ. 2. മുന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ. 3. മുന്നിലും പിന്നിലും ഒരേ സമയം വരുന്ന വാഹനങ്ങൾ തടയാൻ. 4. ഇടത്തുനിന്നും വലത്തോട്ട് തിരിയാൻ ആഗ്രഹിക്കുന്ന ട്രാഫിക് നിർത്താൻ. 5. ഇടത്തുനിന്ന് വലത്തോട്ട് തിരിയാൻ ട്രാഫിക് അനുവദിക്കുന്നതിന് വലതുവശത്ത് നിന്ന് വരുന്ന ട്രാഫിക് നിർത്താൻ. 6. ഇടതുവശത്ത് നിന്ന് വരുന്ന ഗതാഗതം നിർത്തി വലത്തോട്ട് വരുന്ന ഗതാഗതം അനുവദിക്കുന്നതിന്. 7. എല്ലാ ട്രാഫിക്കും അടയ്ക്കുന്ന മുന്നറിയിപ്പ് സിഗ്നൽ. 8. ഇടത്തുനിന്നും വരുന്ന വാഹനങ്ങളെ കൈകാണിച്ചു. 9. വലത്തുവശത്തു നിന്നും വരുന്ന വാഹനങ്ങളെ കൈകാണിച്ചു. 10. മുന്നിൽ നിന്നും വരുന്ന വാഹനങ്ങളെ കൈകാണിച്ചു. ടാസ്ക് 3. കൃത്രിമ ശ്വാസോച്ഛ്വാസം ലഭിക്കുന്നതിന് ഇരയെ തയ്യാറാക്കുക. ഘട്ടം 1. ഇരയുടെ ശ്വസനത്തെ തടസ്സപ്പെടുത്തുന്ന ഇറുകിയ വസ്ത്രങ്ങൾ അഴിക്കുക. ഘട്ടം 2.
അവരുടെ വായിലെ ഏതെങ്കിലും വസ്തുക്കളോ അല്ലെങ്കിൽ വെപ്പുപല്ലുകളോ ഉണ്ടെങ്കിൽ നീക്കം ചെയ്ത് ഇരയുടെ വായ തുറന്നിടുക. ഘട്ടം 3. ആവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിച്ച് ഇരയുടെ സുരക്ഷയെ നിരപ്പിൽ എത്തിക്കുക. ഘട്ടം 4. കാലതാമസമില്ലാതെ കൃത്രിമ ശ്വസനം ഉടൻ ആരംഭിക്കുക. വസ്ത്രങ്ങൾ അഴിച്ചുവെക്കുന്നതിനോ ദൃഢമായി അടച്ച വായ തുറക്കാൻ ശ്രമിക്കുന്നതിനോ കൂടുതൽ സമയം പാഴാക്കരുത്. ഘട്ടം 5. ഇരയുടെ ആന്തരിക ഭാഗങ്ങൾക്ക് പരിക്കേൽക്കാതിരിക്കാൻ അക്രമാസക്തമായ ഓപ്പറേഷൻ ഒഴിവാക്കുക. ഘട്ടം 6. ഉടൻ തന്നെ ഒരു ഡോക്ടറെ വിളിക്കുക. ടാസ്ക് 4. നെൽസൺസ് ആം ലിഫ്റ്റ് ബാക്ക് പ്രഷർ രീതി ഉപയോഗിച്ച് ഇരയെ പുനരുജ്ജീവിപ്പിക്കുക. നെഞ്ചിലും വയറിലും മുറിവുകളുണ്ടെങ്കിൽ നെൽസൺസ് ആം ലിഫ്റ്റ് ബാക്ക് പ്രഷർ രീതി ഉപയോഗിക്കരുത്. ഘട്ടം 1. ഇരയെ മുഖം താഴേക്ക് വയ്ക്കുക. കൈകൾ പരസ്പരം കൈകൾ മടക്കി കൈപ്പത്തികൾക്ക് മുകളിൽ കവിളിൽ തലചായ്ക്കുക. ഇരയുടെ കൈക്ക് സമീപം 1-2 കാൽമുട്ടുകളിൽ മുട്ടുകുത്തുക. നിങ്ങളുടെ വിരലുകൾ പുറത്തേക്കും താഴോട്ടും തള്ളവിരലുകൾ പരസ്പരം സ്പർശിച്ചുകൊണ്ട് കക്ഷങ്ങളുടെ വരയ്ക്കപ്പുറം ഇരയുടെ പുറകിൽ നിങ്ങളുടെ കൈകൾ വയ്ക്കുക. ഘട്ടം 2. നിങ്ങളുടെ കൈകൾ ഏതാണ്ട് ലംബമാകുന്നതുവരെ നിവർന്നുകൊണ്ട് പതുക്കെ മുന്നോട്ട് കുതിക്കുക. ഇരയുടെ ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകാൻ ഇരയുടെ പുറം ഭാഗത്ത് സ്ഥിരമായി അമർത്തുക. ഘട്ടം 3. നിങ്ങളുടെ കൈകൾ ഇരയുടെ കൈകൾക്കൊപ്പം താഴേക്ക് സ്ലൈഡ് ചെയ്യുന്നതിലൂടെ പിന്നിലേക്ക് കുലുക്കുന്നതുകൊണ്ട് മുകളിലേക്കുള്ള ചലനത്തെ സമന്വയിപ്പിക്കുകയും കൈമുട്ടിന് മുകളിൽ അവരുടെ മുകൾ ഭാഗം പിടിക്കുകയും ചെയ്യുക. പിന്നിലേക്ക് കുതിക്കുന്നത് തുടരുക. ഘട്ടം 4. നിങ്ങൾ പുറകോട്ട് കുലുക്കുമ്പോൾ ഇരയുടെ തോളിൽ പിരിമുറുക്കം അനുഭവപ്പെടുന്നതുവരെ സാവധാനമുയർത്തി അവരുടെ കൈകൾ നിങ്ങളുടെ നേരെ വലിക്കുക. സൈക്കിൾ പൂർത്തിയാക്കാൻ ഇരയുടെ കൈകൾ താഴ്ത്തി നിങ്ങളുടെ കൈകൾ പ്രാരംഭ സ്ഥാനത്തേക്ക് നീക്കുക. ഘട്ടം 5. ഇര സ്വാഭാവികമായി ശ്വസിക്കാൻ തുടങ്ങുന്നതുവരെ കൃത്രിമ ശ്വസനം തുടരുക. ദയവായി ശ്രദ്ധിക്കുക, ചില സന്ദർഭങ്ങളിൽ ഇതിന് മണിക്കൂറുകൾ എടുത്തേക്കാം. ഘട്ടം 6. ഇര പുനരുജ്ജീവിപ്പിക്കുമ്പോൾ ഇരയെ ഒരു പുതപ്പുപയോഗിച്ച് പൊതിഞ്ഞ് ചൂടുവെള്ള കുപ്പികളോ ചൂടുള്ള ഇഷ്ടികകളോ ഉപയോഗിച്ച് ചൂടാക്കുക. കൈകളുടെയും കാലുകളുടെയും ഉള്ളിൽ ഹൃദയത്തിന് നേരെ അടിച്ചുകൊണ്ട് രക്തചംക്രമണം ഉത്തേജിപ്പിക്കുക. സ്റ്റെപ്പ് 7. അവരെ കിടത്തിയിരിക്കുന്ന സ്ഥാനത്ത് നിർത്തുക. സ്വയം വിദഗ്ധനാകാൻ അനുവദിക്കരുത്. പൂർണ്ണ ബോധം വരുന്നതുവരെ അയാൾക്ക് ഒരു ഉത്തേജകവും നൽകരുത്. 1. അമോണിയ റെഫ്രിജറന്റായി ഉപയോഗിക്കുന്നതിന് അതിന്റെ വിഷാംശവും തീപിടുത്തവും കാരണം കർശനമായ സുരക്ഷാ മുൻകരുതലുകൾ ആവശ്യമാണ്. 1. അമോണിയ ഉപയോഗിക്കുന്നതോ സൂക്ഷിക്കുന്നതോ ആയ സ്ഥലത്ത് അമോണിയ വാതകം അടിഞ്ഞുകൂടുന്നത് തടയാൻ മതിയായ വെന്റിലേഷൻ ഉണ്ടെന്ന് ഉറപ്പാക്കുക. 2. അമോണിയ സിലിണ്ടറുകളോ ടാങ്കുകളോ നന്നായി വായുസഞ്ചാരമുള്ളതും അനുയോജ്യമല്ലാത്തതുമായ വസ്തുക്കളിൽ നിന്ന് സുരക്ഷിതമായ സ്ഥലത്ത് സൂക്ഷിക്കുക. 3. ഉപയോക്താക്കൾ കയ്യുറകൾ, സുരക്ഷാ കണ്ണടകൾ, അമോണിയ റേറ്റ് ചെയ്ത കാർട്രിഡ്ജുകളുള്ള ഒരു റെസ്പിറേറ്റർ എന്നിവ ഉൾപ്പെടെ ഉചിതമായ PPE ധരിക്കണം. ഹൈഡ്രോ കാർബൺ വാതകം. 1. ഹൈഡ്രോ കാർബൺ വാതകം റെഫ്രിജറന്റായി ഉപയോഗിക്കുമ്പോൾ സുരക്ഷാ നടപടികൾ സ്വീകരിക്കണം. പ്രൊപ്പൈൻ R290 അല്ലെങ്കിൽ ഐസോബുട്ടൈൻ R600A പോലുള്ള ഹൈഡ്രോ കാർബൺ വാതകങ്ങൾ റെഫ്രിജറന്റുകളായി ഉപയോഗിക്കുമ്പോൾ അവയുടെ ജ്വലന സ്വഭാവം കാരണം സുരക്ഷാ മുൻകരുതലുകൾ നടപ്പിലാക്കുന്നത് നിർണായകമാണ്. 2. കയ്യുറകൾ, സുരക്ഷാ കണ്ണടകൾ, തീജ്വാല പ്രതിരോധിക്കുന്ന വസ്ത്രങ്ങൾ എന്നിവയുൾപ്പെടെ ഉചിതമായ PPE ധരിക്കുക. ഹൈഡ്രോ കാർബൺ വാതകങ്ങളെ ജ്വലിപ്പിച്ചേക്കാവുന്ന സ്റ്റാറ്റിക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സിന്തറ്റിക് വസ്തുക്കൾ ഒഴിവാക്കുക. 3. ഹൈഡ്രോ കാർബൺ റെഫ്രിജറന്റുകളുടെ ചോർച്ച നിരീക്ഷിക്കാൻ ഗ്യാസ് കണ്ടെത്തൽ സംവിധാനങ്ങൾ സ്ഥാപിക്കുക. കൃത്യമായ കണ്ടെത്തൽ ഉറപ്പാക്കാൻ ഈ സംവിധാനങ്ങൾ പതിവായി പരിപാലിക്കുകയും കാലിബ്രേറ്റ് ചെയ്യുകയും വേണം. റീക്യാപ്പ്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തവ: 1. സുരക്ഷാ ചിഹ്നത്തിന്റെ 4 അടിസ്ഥാന വിഭാഗങ്ങളും അർത്ഥവും തിരിച്ചറിയുക. 2. റോഡ് സുരക്ഷാ ചിഹ്നങ്ങളുടെ അർത്ഥം വായിച്ച് രേഖപ്പെടുത്തുക. 3. കൃത്രിമ ശ്വാസോച്ഛ്വാസം ലഭിക്കാൻ ഇരയെ തയ്യാറാക്കുക. 4. നെൽസൺസ് ആം ലിഫ്റ്റ് ബാക്ക് പ്രഷർ രീതി ഉപയോഗിച്ച് ഇരയെ പുനരുജ്ജീവിപ്പിക്കുക.